ഹായ് സുഹൃത്തുക്കളെ, ഐ+ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള വാട്ടർ അതോറിറ്റി സബ് എഞ്ചിനീയർ അഥവാ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1ന്റെ നോട്ടിഫിക്കേഷൻ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. വെബ്സൈറ്റിൽ ഇന്നോ നാളെയോ ആയിട്ടൊക്കെ വരും. അപ്പൊ നാളെ മുതൽ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക്. അപ്പൊ നമുക്ക് എന്താണ് ഈ ഇത്തവണത്തെ നോട്ടിഫിക്കേഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ക്വാളിഫിക്കേഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സിലബസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഐ+ കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. കുറഞ്ഞത് ഒരു 6 മാസം നമുക്ക് എന്താണെങ്കിലും പഠിക്കാനായിട്ട് കിട്ടും. അപ്പൊ നിങ്ങളത് വളരെ കൃത്യമായിട്ട് വിനിയോഗിക്കുക, ഇതിനു വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക. ഇതുമായി ബന്ധപ്പെട്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളത്, ഈ സിലബസ് ഒക്കെ എങ്ങനെ കവർ ചെയ്യണം, വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്, ഇത് എങ്ങനെ കവർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംവദിക്കാൻ ഐ+ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കാണാം, അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റിലായിട്ട് കാണാം. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, കൃത്യമായിട്ട് ആ വെബിനാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് എങ്ങനെ പഠിച്ചു തുടങ്ങണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ആ വെബിനാറിൽ ഡിസ്കസ് ചെയ്യാം. എക്സ്പെർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റികൾ അവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ഇത്തവണത്തെ നോട്ടിഫിക്കേഷന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. കാറ്റഗറി നമ്പർ 079/2026 എന്നുള്ളതാണ് ഇത്തവണത്തെ കാറ്റഗറി നമ്പർ. കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് നിയമനം. ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ, ഇതാണ് പോസ്റ്റിന്റെ പേര്. ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ എന്നുള്ളതാണ്. 36,500 മുതൽ ബേസിക് പേ 36,500 മുതൽ 89,000 വരെയുള്ള മികച്ച ഒരു സാലറി സ്കെയിൽ തന്നെയാണ് ഈ KWA ഗ്രേഡ് 1 ഉള്ളത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. വേക്കൻസി സ്പെസിഫൈ ചെയ്തിട്ടില്ല, പക്ഷെ ഒരുപാട് വേക്കൻസികൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് 2/1/1986, അതായത് 1986 ജനുവരി 2 മുതൽ ആ തീയതി ഇൻക്ലൂഡഡ് ആണ്. അതിനുശേഷം ജനിച്ച 2008 ജനുവരി 1 വരെ ജനിച്ച ആളുകൾക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ. ജനറൽ കാറ്റഗറി ആണെങ്കിൽ, SC/ST ആണെങ്കിൽ ഇതിൽ 5 വർഷം കൂടെ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കിട്ടും. OBC ആണെങ്കിൽ 3 വർഷം കൂടെ ഏജ് റിലാക്സേഷൻ കിട്ടും എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കുക. ഇനി ക്വാളിഫിക്കേഷൻ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം, SSLC പാസ്സായിരിക്കണം. സിവില്, മെക്കാനിക്കൽ ഇതിലുള്ള ഡിപ്ലോമയും നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. അപ്പോൾ സിവില്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഡിപ്ലോമ അല്ലെങ്കിൽ അതിന്റെ ഹയർ ആയിട്ടുള്ള BTech-ഉം MTech-ഉം ഒക്കെ ഇതിന് അപ്ലിക്കബിൾ ആണ്. അപ്പൊ അതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. കഴിഞ്ഞ തവണ ഇതിന് നിയമനം കിട്ടിയ ആളുകളെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തിയ ആളുകളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ തവണ അക്സെപ്റ്റ് ചെയ്ത ക്വാളിഫിക്കേഷൻസ്, ഹയർ ക്വാളിഫിക്കേഷൻസ് ഇതൊക്കെയാണ്. BTech, MTech ഒക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഡിപ്ലോമയോ അതിന് മുകളിലോ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഏത് ബ്രാഞ്ച് ആയിരിക്കണം, ഒന്നുകിൽ സിവിൽ ആയിരിക്കണം അല്ലെങ്കിൽ മെക്കാനിക്കൽ ആയിരിക്കണം. ഈ 2 കൂട്ടരാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ സിലബസിൽ എന്താണ് വരിക, സിവിലിന്റെയും മെക്കാനിക്കലിന്റെയും, സിവിൽ എഞ്ചിനീയറിംഗിന്റെയും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ടോപ്പിക്കുകൾ തന്നെയാണ് വരിക. അപ്പൊ നിങ്ങൾ പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെങ്കിലും, കുറെ നാളായിട്ട് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ സ്റ്റാർട്ടാണിത്. ഇവിടെ നിന്ന് നിങ്ങൾ പുതിയൊരു സ്റ്റാർട്ടോടുകൂടി പുതിയൊരു തുടക്കം നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അത് പരമാവധി നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത് എങ്ങനെ പഠിക്കണം എന്നതൊക്കെയാണ് നമ്മൾ ഈ അപ്കമിംഗ് വെബിനാറിൽ പങ്കുവെക്കുന്നത്. അപ്പൊ വെബിനാറിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. എന്താണ് സിലബസ്, എക്സ്പെക്റ്റഡ് സിലബസ് എന്താണ്? മെക്കാനിക്കലിൽ നിന്ന് 50 മാർക്കും സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 50 മാർക്കുമാണ് നമുക്ക് ചോദിക്കുക. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നിന്ന് തുടങ്ങും. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഹൈഡ്രോളിക് മെക്കാനിക്സ്, തെർമൽ ആൻഡ് തെർമോഡൈനാമിക്സ്, ഇത്രയും ഭാഗങ്ങളാണ് മെക്കാനിക്കലിൽ നിന്നുള്ളത്. അതുപോലെ സിവിലിൽ നിന്ന് ചോദിക്കുക സർവേയിങ്, ബിൽഡിംഗ് പ്ലാനിംഗ് ആൻഡ് ഡ്രോയിങ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, കോൺക്രീറ്റ് ടെക്നോളജി, സ്ട്രക്ചറൽ ഡിസൈൻ, ക്വാണ്ടിറ്റി സർവേയിങ്, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, ഇത്രയും കാര്യങ്ങളാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഭാഗത്ത് നിന്ന് ചോദിക്കുക. അപ്പോ നമുക്കറിയാം സിവിൽ പഠിച്ച ഒരാളെ സംബന്ധിച്ച് മെക്കാനിക്കൽ കുറച്ച് ടഫായിരിക്കാം, മെക്കാനിക്കൽ പഠിച്ച ഒരാളെ സംബന്ധിച്ച് സിവിൽ കുറച്ച് ടഫായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം പരീക്ഷയൊക്കെ ഡിക്ലെയർ ചെയ്തിട്ട് ആ സമയത്തേക്കൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് സമയം കിട്ടത്തില്ല. വളരെ വാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. കൺസെപ്റ്റ് മാക്സിമം ഗ്രാസ്പ് ചെയ്തെങ്കിലേ നമുക്ക് ഈ പുതിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ ഐ+ന്റെ ക്വാളിറ്റി ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ടീം നിങ്ങൾക്ക് പിറകിലുണ്ട്. ഇൻഡിവിജ്വൽ ഡൗട്ട് ക്ലിയറൻസും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ട്. KWA പരീക്ഷകൾക്കൊക്കെ ഇതിനു മുന്നേ നടത്തിയിട്ടുള്ള പരീക്ഷകൾക്കൊക്കെ ഉയർന്ന റാങ്കുകൾ ഐ+ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എന്താണെങ്കിലും വെബിനാറിൽ രജിസ്റ്റർ ചെയ്യാൻ മറക്കണ്ട. ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ഒരു വെബിനാറിന്റെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ വരുമ്പോൾ അപ്ലൈ ചെയ്യാനും മറക്കണ്ട. 2-ാം തീയതി വരെ, സെപ്റ്റംബർ 2-ാം തീയതി വരെയാണ് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം എന്നുള്ള കാര്യം കൂടെ മറക്കാതിരിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് PVK ഡിസ്കഷനുമായിട്ടൊക്കെ വീണ്ടും കാണാം. താങ്ക്